യെസ്, നമ്മൾ സംസാരിച്ചു വന്ന വിഷയം തന്നെ തുടരുകയാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷത്തെ പിണറായി കാലത്തിന് അന്ത്യം കുറിച്ച് UDF സർക്കാർ എങ്ങനെ നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ ഒരളവോളം VD സതീശൻ ആളുകളെ പറഞ്ഞു തള്ളിയിട്ടു എന്ന് വിലയിരുത്തുന്നവരുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്രമേൽ ആളുകളുടെ മനസ്സിലേക്ക് ഡീപ്പായി ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പല പ്രയോഗങ്ങളും, ഇപ്പോൾ പിണറായി വിജയന് പലപ്പോഴും അദ്ദേഹത്തെ ആളുകൾ നെഞ്ചേറ്റിയിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷം പിണറായിക്കപ്പുറത്തേക്ക് VD സതീശൻ്റെ പല പ്രയോഗങ്ങളുമാണ് ആളുകൾ ഏറ്റെടുത്തത്. ആ പ്രയോഗങ്ങളും ആ വാക്കുകളൊക്കെ ഇപ്പോഴും അദ്ദേഹം തുടരുകയാണ്. ഇന്നും ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി അയച്ചു ഇന്ന് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം, ഇപ്പോൾ നേരത്തെ നിഷാദൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൈലറ്റും എസ്കോർട്ടും ഒഴികെ മറ്റു വാഹനങ്ങൾ വേണ്ട എന്ന നിർദ്ദേശം നിയുക്ത മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഭരണ ചക്രം തിരിച്ചു തുടങ്ങുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ സംസാരിക്കാം. നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എവിടെയൊക്കെ പിഴച്ചു അതൊക്കെ ഇങ്ങനെ അക്കമിട്ട് നിരത്തി ഓരോന്ന് വെട്ടി പോയാണ് അദ്ദേഹം ഒരു നല്ല പ്രതിപക്ഷ നേതാവായെന്ന് പറയാൻ. അതുപോലെ പിണറായി വിജയൻ എവിടെയൊക്കെ പിഴച്ചു എന്നിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വെട്ടി പോകാനാണോ അദ്ദേഹത്തിൻ്റെ പ്ലാൻ? അത് പ്രായോഗികമാണോ? അല്ല, പിണറായി വിജയന് പിഴച്ച സംഗതികളെ മനസ്സിലാക്കിയിട്ട് ആ ഭാഗങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് പോവുക എന്ന ഉദ്ദേശം അദ്ദേഹത്തിനുണ്ട്. അത് രണ്ട് തരത്തിലുള്ള പിഴവുകളാണ് പിണറായി വിജയന് പറ്റിയത്. ഒന്നാമത്തേത് ഭരണതലത്തിൽ സ്വീകരിച്ച നയപരമായ പ്രശ്നങ്ങൾ, പാർട്ടി മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് സ്വീകരിച്ച നയപരമായ സമീപന പ്രശ്നങ്ങൾ. രണ്ടാമത്തേത് ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസാണ്. ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസിനെ മറികടക്കാൻ സതീശന് പറ്റും, അത് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. കാരണം പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് ഓഫീസിലേക്ക് ആക്സസ് ഇല്ല. അദ്ദേഹത്തിന് അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 14 വാഹനങ്ങളുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ കോൺവോയിൽ. വേണ്ട, ആകെ 3 മതി എന്ന് തീരുമാനിക്കുന്നു. പൈലറ്റ് മാത്രം മതി എന്ന് പറയുമ്പോൾ പോലീസ് പറഞ്ഞില്ല, എസ്കോർട്ടും വേണം, മുഖ്യമന്ത്രിയാണ് Z കാറ്റഗറി ആണെന്ന് പറഞ്ഞുകൊണ്ട് ശരി അദ്ദേഹത്തിന് 3 വണ്ടിയാവുന്നു. അപ്പോൾ തന്നെ എന്നിട്ട് അദ്ദേഹം പറയാണ് കാറ് മാറ്റാൻ പോവാണ്, വൈറ്റ് കാർ മതി. അത് ടൂറിസം വകുപ്പിനോട് വൈറ്റ് കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ പുതിയത് വാങ്ങിക്കുന്നില്ല. അപ്പോൾ ആളുകൾക്ക് അതൊരു സന്ദേശമാണ്. അതായത് പിണറായി വിജയൻ 1.5 കോടി രൂപയുടെ ബസ്സിൽ നവകേരള സദസ്സ് നടക്കുമ്പോൾ കേരളത്തിലെ സപ്ലൈകോ ബസാറുകൾ പലതും റീഫിൽ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലായിരുന്നു. ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചിലവാക്കുന്ന പൈസയെക്കുറിച്ച് ആളുകൾക്ക് നല്ല കൺസേൺ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു പൈസ ചിലവാക്കുന്നില്ല. നല്ല സന്ദേശം കൊടുക്കലാണ്. കാരണം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു മിനിമൽ വേയിൽ പോകുന്ന, ധൂർത്തടിക്കാത്ത ഒരു മുഖ്യമന്ത്രിയെ, ആളുകളെ കെട്ടിപ്പിടിക്കുന്ന, സ്നേഹിക്കുന്ന. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാ നേതാക്കന്മാരെയും മുതിർന്നവരെയും പോയി കാണുന്നു, അല്ലെങ്കിൽ G കാർത്തികേയൻ്റെ വീട്ടിൽ പോകുന്നു, അവിടെ നിന്ന് വിതുമ്പുന്നു. അപ്പോൾ ചീഫ് മിനിസ്റ്ററാണ്, കരയല്ലേ എന്ന് G കാർത്തികേയൻ്റെ ഭാര്യ പറയുന്നു. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോഴേ മൊത്തത്തിൽ ഇദ്ദേഹം ഗുരുകാരണവന്മാരെ എല്ലാം വണങ്ങുന്ന വിനീത വിധേയനായ ഒരു മനുഷ്യൻ, ഒട്ടും മസിലില്ലല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ പോയി കാണുന്നു. അതിനു മുമ്പും പിണറായി വിജയനും പോയി ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും പോയി കണ്ട് ഇതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് എവിടെ കാണാൻ പറ്റും? TVKയുടെ മുഖ്യമന്ത്രിയായ വിജയും ഇതേ പാറ്റേൺ, വൈക്കോയെ കാണുന്നു, സ്റ്റാലിനെ കാണുന്നു. അപ്പോൾ മൊത്തത്തിൽ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു കടുംപിടുത്തമൊക്കെ വിട്ട് എല്ലാവരോടും സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ഭാഷ സ്വീകരിക്കുന്ന ഒരാൾ എന്ന സന്ദേശം അദ്ദേഹം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് തുടരാനും പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പൾസ് മനസ്സിലാക്കുന്ന ആളാണ്. എവിടെ വിനയത്തിൻ്റെ, എവിടെ വിധേയത്വത്തിൻ്റെ, എവിടെ ചിരിയുടെ, എവിടെ ഒരു കൈകാട്ടലിൻ്റെ മുദ്ര കൊടുത്താൽ അത് വർക്കാവും നന്നായി അറിയാവുന്ന ആളാണ്. അതെന്ത് കൊടുക്കാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ ഈ അവസ്ഥ വന്നതെന്ന് മനസ്സിലാക്കിയിട്ട ആളാണ് അദ്ദേഹം. സോ അത് അദ്ദേഹം വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ കാണുന്നത് ഇതൊക്കെ ശരിയായിരിക്കുമ്പോഴും, ഈ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഒക്കെ അദ്ദേഹം ശരിയാക്കുമ്പോഴും അദ്ദേഹത്തിൽ നാം പ്രതീക്ഷിക്കുന്ന കോർ സംഗതികളുണ്ട്. അത് വരുമെന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഇന്നലെയും പറഞ്ഞതുപോലെ കേരളത്തെ സംബന്ധിച്ച് അതിന് ഗുരുതരമായ ചില കുഴപ്പങ്ങളുടെ സയൻസ് നമ്മൾ കാണുന്നുണ്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന ആർക്കും വന്ന് എന്ത് വിഷവും കലക്കാം. ഇപ്പം തന്നെ വന്നിട്ടുണ്ടല്ലോ പലതരത്തിലുള്ള. ഇപ്പോൾ ഈ VD സതീശനെ മുഖ്യമന്ത്രി പദവിയിൽ തീരുമാനിച്ചതിന് ശേഷം മാത്രം BJPയുടെ ഒഫീഷ്യൽ ഹാൻഡിൽ വന്നിട്ടുള്ളത് വെറുപ്പിൻ്റെ 5 പോസ്റ്റുകളാണ്. BJPക്കാർ അത്രയും പറയുന്നു. അതിനേക്കാളും വെറുപ്പും വൃത്തികേടും പല ആളുകളും പറയുന്നുണ്ട്, പല പാർട്ടികളുടെയും പ്രതിനിധികൾ പറയുന്നുണ്ട്. പലതരത്തിലുള്ള വെറുപ്പ് നടക്കുന്നുണ്ട്. എന്നുമാത്രമല്ല ചില ആളുകൾക്ക് വെറുപ്പ് പറയാൻ കഴിയുമെന്നുള്ള ഒരു ഉദാസീനമായ സമീപനം പോലീസിനുണ്ട്. അപ്പോൾ സീരിയസ്ലി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അദ്ദേഹം എടുക്കുന്ന ഒരു കടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും. ഇതൊക്കെ രസമുള്ള കാര്യം തന്നെ, നമ്മൾ കാണുമ്പോൾ ഒക്കെ രസമാണ്. ഇതിപ്പോൾ ഇതില്ലെങ്കിലും അദ്ദേഹം എടുക്കുന്നത്, പിണറായി വിജയൻ നല്ല കാർക്കശ്യക്കാരനാണ്, അദ്ദേഹത്തിന് നമുക്കറിയാം. അതിൻ്റെ പേരിൽ ആളുകൾക്ക് അദ്ദേഹത്തോട് വലിയ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം എടുത്ത സ്റ്റെപ്സും പ്രശ്നമായിരുന്നു. അദ്ദേഹം ആ കാർക്കശ്യം വർഗീയത പറയുന്ന ആൾക്കാരോട് എടുത്തില്ല. എന്നിടത്താണ് ജനങ്ങൾ പൂർണ്ണമായിട്ടും തെറ്റുന്നത്. സാധാരണക്കാരോട് വീട്ടിൽ പോയി ചോദിക്കുന്നു പറയുകയും വർഗീയത പറയുന്ന ആൾക്കാരോട് കാറിൽ കയറി എന്ന് പറയുകയും ചെയ്യുന്ന സമീപനം എടുത്തുള്ളതാണ് പിണറായി വിജയനുള്ള പ്രശ്നം. ഇവിടെ ഇത് ഈ കോംബോ ആക്കാൻ കഴിഞ്ഞാൽ സതീശൻ ഈ കാലത്ത് പക്ഷേ ഏറ്റവും കൈയടി കിട്ടുന്ന സൗത്ത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിയായിട്ട് മാറും എന്ന്, ഇന്ത്യയിലെ മുഖ്യമന്ത്രിയായിട്ട് മാറുന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് സതീശന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം. എന്ത് ചെയ്യണം കേരളത്തിൽ, എന്താണ് കേരളത്തിൻ്റെ ആവശ്യം അദ്ദേഹം പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ശരീരഭാഷയുടെ കാര്യത്തിലായാലും നയപരിപാടിയുടെ കാര്യത്തിലായാലും. ഇനി അത് ചെയ്യാൻ അദ്ദേഹം എത്ര പറ്റുമെന്നാണ് ചോദ്യം. അതിന് നാളത്തെ മന്ത്രിമാരുടെ പട്ടിക പുറത്തു വരണം. അതിനുശേഷം മുറിവേറ്റ് പുറത്തു നിൽക്കുന്ന വലിയ സിംഹങ്ങൾ എന്തുമാത്രം
പുറത്തു പറഞ്ഞതുപോലെയുള്ള സഹകരണം മന്ത്രിസഭയ്ക്ക് കൊടുക്കുമെന്നത് പ്രധാനപ്പെട്ടതാണ്. ഒപ്പം മാധ്യമങ്ങളും വർഗീയ വിദ്വേഷ ശക്തികളും നടത്തുന്ന ക്യാമ്പയിനോട് അദ്ദേഹം എടുക്കുന്ന പൊസിഷൻ എന്തായിരിക്കും എന്നതെല്ലാം അതിൽ പ്രധാനമാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് സതീശൻ്റെ വലിയ സ്റ്റെപ്സ് കാണാൻ വേണ്ടിയാണ്. ഇത് ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉള്ളതുപോലെ സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഇതല്ല പ്രധാന സംഗതി. ശരി, സാജു, ശൈലി മാറ്റം പ്രഖ്യാപിക്കുകയാണ് വി.ഡി. സതീശൻ. ആ ശൈലി മാറ്റം എല്ലാ ഏരിയകളിലും ഉണ്ടാവുമോ? അല്ല, ഇപ്പം ഇന്ന് നമ്മൾ കണ്ടതൊക്കെ ചില പൊടിക്കൈകളാണ്. ആ പൊടിക്കൈകൾ ഈ ഘട്ടത്തിൽ നല്ല ഒന്നാം തരം കയ്യടികൾ കിട്ടും. പക്ഷേ ആ പൊടിക്കൈകൾക്ക് അപ്പുറത്തേക്ക് അടുത്ത 5 വർഷം കേരള ജനത പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതൊരു വെറുമൊരു ഭരണമാറ്റമായിട്ട് കേരള ജനത കണ്ടിട്ടില്ല. അല്ലെങ്കിൽ സതീശന് വേണ്ടി ഇത്രയേറെ ജനങ്ങൾ സ്വന്തം നിലയ്ക്ക് തെരുവിൽ അയാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇറങ്ങില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നതാവണം സതീശന്റെ ആരോഹണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അയാൾക്കൊരു ഗോഡ് ഫാദർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് പല പദവികളും KSU കാലം മുതൽ കൈവിട്ടു പോയത്, കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ പോലും കഴിയാതെ പോയത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ അധികാരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നീതി നിഷേധിക്കപ്പെട്ട അവർക്ക് ഭരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അത് കേരളത്തിൻ്റെ സാമൂഹ്യ ഐക്യം തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. അത്തരം ശക്തികളെ പിടിച്ചു കെട്ടാൻ, അവരെ ഭരണത്തിൻ്റെ ഒരു കൈ അകലത്തിൽ നിന്ന് മാറ്റി നിർത്താനെങ്കിലും കഴിയുന്ന രീതിയിലേക്ക് ഭരണത്തെ കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് ആ ഭരണം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ച് ഇതുവരെയും നിയമസഭയിൽ ഗ്രഹപാഠം ചെയ്തു വരുന്ന വി.ഡി. സതീശനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു MLA എന്ന നിലയ്ക്കും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കുമൊക്കെ ഇതുവരെ. പക്ഷേ ഇപ്പോൾ അയാൾ ഉത്തരവാദിത്തമുള്ള ഒരു ഭരണാധികാരിയായി മാറിയിരിക്കുന്നു. അവിടെയാണ് ഗുഡ് ഗവേണൻസിനെ കുറിച്ച് എല്ലാ കാലത്തും വാചാലമാകുന്ന ആളാണ് സതീശൻ. UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് മുന്നിൽ നിരവധി പദ്ധതികൾ ഉണ്ട് കേരളത്തെ നന്നാക്കാൻ എന്ന് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അയാൾ വർഗീയതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു, ഈ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം അടിമുടി സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന വിമർശനം ശക്തമായ കാലത്താണ് UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത്. അവിടെയാണ് വർഗീയതയ്ക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തിട്ടുള്ള സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവണം? ആ പോലീസിലെ ഇപ്പോഴുള്ള വെല്ലുവിളികളെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസമൊക്കെ കണ്ടത് ഒരു മികച്ച തുടക്കം എന്ന് മാത്രം വിശേഷിപ്പിക്കുന്നതാവുന്നതാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളെ എങ്ങനെ കൊണ്ടുപോകാൻ സതീശന് കഴിയുന്നു എന്നതായിരിക്കും കേരളത്തിന്റെ കൂടി ഭാവി അടയാളപ്പെടുത്തുക. ഈ തുടക്കത്തിൽ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള ആ തിയേട്രിക്സ് എന്ന് തന്നെ പറയാം. കാരണം അത് മാധ്യമങ്ങളുടെ മുമ്പിൽ ബോധപൂർവം ചെയ്യുന്നതാണ്. അത് മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. അത് നൽകുന്ന ചില മെസ്സേജസ് ഉണ്ട്. ആ മെസ്സേജ് കൃത്യമായിട്ടൊന്ന് കൺവേ ചെയ്തിട്ടുണ്ട്. സാജു പറഞ്ഞതുപോലെ ഈ സർക്കാരിന് മുമ്പിൽ വലിയ വെല്ലുവിളികളുണ്ട്. ആ വലിയ വെല്ലുവിളികൾ ഞാൻ ഇന്നലെ എവിടെയോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അക്ഷമരായ വോട്ടർമാരാണ്. അതായത് ഒരു റീൽസ് കണ്ടു തീർക്കാനുള്ള സമയം പോലും ക്ഷമിക്കാൻ കഴിയാത്ത വോട്ടർമാരാണ് സതീശിന് വേണ്ടി തെരുവിലിറങ്ങിയത്, സതീശിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വെച്ചത്. അവർക്ക് റിസൾട്ട് പെട്ടെന്ന് വേണം. അതായത് ഒരു പിഴവ് പോലും അവർ അംഗീകരിക്കില്ല. പിഴവ് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അതിനെ പരസ്യമായി വിമർശിക്കും. അപ്പോൾ കഴിഞ്ഞ 10 വർഷം വിമർശിച്ചില്ലെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷം വിമർശിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നില്ല, അതിനൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. ആ പാർട്ടി ഭരിക്കുന്ന, ആ സർക്കാർ ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയിലെ അണികൾ, ആ മുന്നണിയുടെ പ്രവർത്തകർ, അവർക്ക് പോലും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു സർക്കാരിനെതിരെ. പക്ഷേ ഈ സർക്കാരിന് അങ്ങനെയല്ല. ഈ സർക്കാരിന് നിരന്തരം ജനങ്ങൾ ഓഡിറ്റ് ചെയ്യുകയും നിരന്തരം വിമർശിക്കുകയും ചെയ്യും. മറ്റൊന്ന്, റിസൾട്ട് പെട്ടെന്ന് വേണം. ഇപ്പോൾ വി.ഡി. സതീശൻ അധികാരത്തിലേറി ഞാനൊന്ന് ഇരിക്കട്ടെ, സമാധാനമായിട്ട് ഈ പ്രശ്നങ്ങൾ തീർക്കാമെന്നൊന്നും പറയാൻ നിൽക്കില്ല. ആളുകൾ ഇത് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഈ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് റീൽസ് അഡിക്റ്റായ ഒരു പോപ്പുലേഷൻ, ഒരു വോട്ട് ബേസ്. ആ വോട്ട് ബേസാണ് നമ്മൾ കണ്ടത്, ഈ ബഹളം കണ്ടത്. ആ റീൽസ് ബേസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇനി ഈ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ പോലുമല്ല, സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല, റീൽസ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം അവർക്ക് ക്ഷമയില്ല എന്നുള്ളതാണ്. ഉടൻ റിസൾട്ട് വേണം. അതൊരു തരത്തിൽ സതീശനെ ഹോട്ട് സീറ്റിലിരുത്തും എന്നതിൽ തർക്കമില്ല. ഇവിടെ സതീശൻ, ഇപ്പോൾ നിഷാദ് പറഞ്ഞതുപോലെ സതീശന് ഇതൊക്കെ അറിയാം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. സതീശൻ തന്നെ പറയുന്നത് പോലെ നമുക്കൊരു ടീം ഉണ്ടാക്കണം. ഒരു ബിസിനസ് നടത്തണമെങ്കിൽ നല്ലൊരു ടീം വേണം. ഒറ്റയ്ക്ക് ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് സതീശൻ കഴിഞ്ഞ ദിവസം പോലും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സതീശൻ്റെ ടീം എന്തായിരിക്കുന്നത് വളരെ വളരെ പ്രധാനമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ടീം ആദ്യം മനസ്സിലാക്കണം. 10 വർഷം മുമ്പുള്ള കേരളമല്ല എപ്പോഴുള്ള കേരളം. കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു, കേരളത്തിൻ്റെ വോട്ടർമാർ മാറിക്കഴിഞ്ഞു, പൗരന്മാർ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, 10 വർഷത്തെ പിണറായി വിജയൻ ഭരണം വളരെ മോശം ഭരണമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഗവേണൻസിൻ്റെ കാര്യത്തിൽ അത് അത്യാവശ്യം നല്ല സർക്കാരാണ്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എവിടെയാണ്? പ്രശ്നം അത് വളരെ അതാര്യമായൊരു ഭരണ സംവിധാനമായിരുന്നു. ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത, പുറമേ നിന്ന് ഒരാൾക്കും വിമർശിക്കാൻ കഴിയാത്ത
നിഷ്പക്ഷമായി വിമർശിക്കാൻ പോലും കഴിയാത്തത്ര അതാര്യമായിരുന്നു. വിമർശിക്കപ്പെടുന്നവർ ആക്രമിക്കപ്പെടുന്ന ഒരു സംവിധാനമായിരുന്നു. ഇനിയുള്ളത് അങ്ങനെ ആവരുതെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഈ സർക്കാരിനെ, ആ സർക്കാരിൻ്റെ പാർട്ടിയിലെ ആളുകൾക്ക് തന്നെ വിമർശിക്കണം, എതിരാളികൾക്കും വിമർശിക്കണം, LDFകാർക്കും വിമർശിക്കണം. അങ്ങനെ വിമർശിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം, അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. നമ്മൾ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ സൗന്ദര്യം തന്നെയാണ് അത്. ആ ഒരു ബോധം ആളുകൾക്ക് വേണം. അപ്പോൾ ഇപ്പോഴും നമ്മൾ പഴയ ഒരു മൈൻഡ് സെറ്റിലാണ്. അച്ചടക്കം ഉണ്ടാവുക, ഏകാധിപതിയായ ഒരു ഭരണാധികാരി ഭരിക്കുക, ആരും ഏകാധിപതിയെ ചോദ്യം ചെയ്യാതിരിക്കുക, ഇതാണ് മികച്ച ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. വളരെ പ്രമുഖരായ ആളുകൾ പോലും ഉണ്ട് അങ്ങനെ വിശ്വസിക്കുന്നത്. അതല്ല, ചോദ്യം ചെയ്യപ്പെടുക, വിമർശിക്കപ്പെടുക, തെറ്റിദ്ധരുത്തപ്പെടുക, പൊതുജനം ഇടപെടുക, ഇതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പുതിയ കാലത്തെ സൗന്ദര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്ത് അലമ്പാണ്, ബഹളമാണ്, പച്ചപ്പാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബഹളം ഉണ്ടായിരുന്നില്ല എന്ന് കരുതുക. ഇപ്പോൾ AICCയുടെ മുമ്പിൽ ഒരു ബഹളവും ഇല്ലാതെ അവരങ്ങ് തീരുമാനിക്കുക, എന്തായിരിക്കും തീരുമാനം എന്ന് ഊഹിക്കാൻ പറ്റില്ലേ? അതാണോ യഥാർത്ഥ ജനാഭിലാഷം? അപ്പോൾ ജനാധിപത്യത്തിൻ്റെ വികാസവും സൗന്ദര്യവും തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത 5 വർഷം കാണാൻ പോകുന്നു. അപ്പോൾ ആ ടീം വളരെ പ്രധാനപ്പെട്ടതാണ്. സതീശനെ പോലെ ചിന്തിക്കുന്ന, സതീശൻ്റെ ചിന്തകളോടൊപ്പം നിൽക്കുന്ന ഒരു ടീം അവിടെ വളരെ പ്രധാനമാണ്. സതീശന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സതീശനെ അധികാരത്തിലെത്തിയ ഈ ജനം സ്വിച്ചിട്ട പോലെ തിരിയാൻ സാധ്യതയുള്ളവരാണ്. ഇഞ്ച് ബൈ ഇഞ്ച് ഓഡിറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ മുന്നോട്ട് പോകും സതീശൻ സർക്കാർ, നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത വിഷയത്തിലേക്ക് വരാം. ഇടവേള.